എല്ലാ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിത രീതി നോക്കിക്കഴിഞ്ഞാൽ സമയമാണ് എല്ലാവർക്കും ജീവിതം നിയന്ത്രിക്കുന്ന ഒരു ഘടകം. അതായത് ക്ലോക്കിന്റെ സൂചിക അല്ലെങ്കിൽ സൂചി തിരിയുന്നത് പോലെ അതിനനുസരിച്ചാണ് നമ്മുടെ ഓരോ ദിനചര്യകളും മാറിക്കൊണ്ടിരിക്കുന്നത്. ഓഫീസ് ടൈം ആയാലും കുട്ടികൾ സ്കൂൾ പഠനമായാലും അവരുടെ ഒഴിവു സമയം പോലും അതുകൂടാതെ മീറ്റിംഗ് ഷെഡ്യൂളുകൾ, അങ്ങനെ എല്ലാ ഡെഡ് ലൈനുകൾ, ഇതെല്ലാം നമ്മെ ഒരു സമയത്തിന്റെ ഒരു അടിമയാക്കി മാറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദ്വീപുണ്ട് ലോകത്ത്. അവിടെ സമയം എന്ന ആശയം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ ദ്വീപിലെ ജനങ്ങൾ. അവ കലണ്ടറിലെ അക്കങ്ങളും ക്ലോക്കിലെ സൂചികളുമായ നമ്മുടെ എല്ലാവരുടെയും ജീവിതം നിയന്ത്രിച്ചു പോരുന്നത്. ഒരിക്കലും തീരാത്ത ഡെഡ് ലൈൻ, തിരക്കും ഓട്ടങ്ങളും ചാട്ടങ്ങളും ടാർജറ്റുകളും നിറഞ്ഞ ഒരു ജീവിതമാണ് നമ്മൾ. അപ്പൊ ഇതൊന്നുമില്ലാതെ, ഈ ഡെഡ് ലൈനുകളൊന്നുമില്ലാതെ, ക്ലോക്കിന്റെ ചലനങ്ങൾ ഇല്ലാതെ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുറച്ചു പേർ, ഒരു ദ്വീപിലെ കുറച്ചു ദ്വീപ് നിവാസികൾ. അപ്പൊ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം? ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേൽക്കാം, ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു കൊതി തോന്നും, അല്ലേ? ഇങ്ങനെയുള്ള ലോകങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ യാന്ത്രികമായ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി ഒരിക്കലും സമയം നോക്കാതെ പ്രകൃതിയുടെ താളത്തിനൊത്തു മാത്രം ജീവിക്കുന്ന ഒരു ലോകം എങ്ങനെയായിരിക്കും? ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങാനും ഇഷ്ടമുള്ളപ്പോൾ എണീക്കാനും, മനസ്സ് ആവശ്യപ്പെടുമ്പോൾ മാത്രം ജോലി ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം. പക്ഷെ നമ്മൾ എല്ലാവരും ഈ ദ്വീപിനെ കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കണം. അതായത് നോർവേയിലെ വടക്കൻ ഭാഗത്തുള്ള സോമറോയ് ദ്വീപാണ് ഈ അത്ഭുതകരമായ സ്ഥലം. ഈ ദ്വീപിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ ജീവിത രീതിയെ കുറിച്ച് തന്നെ നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ ഈ കൊച്ചു വീഡിയോയിൽ പലതരം വെബ്സൈറ്റ്, പലതരം ഡാറ്റകളിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ചില പോരായ്മകളും ഉണ്ടാകും, ക്ഷമിക്കുക. എന്നാൽ കിട്ടിയ അറിവുകൾ വെച്ച് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ സോമറോയ് ദ്വീപിന്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, പ്രകൃതി പ്രതിഭാസങ്ങൾ, അവിടുത്തെ ടൂറിസം സാധ്യതകൾ എന്നിവയെ കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതായത് സൂര്യൻ അസ്തമിക്കാത്ത ഒരു ഗ്രാമം, നോർവേയുടെ വടക്കേറ്റത്തുള്ള ട്രോംസോ എന്ന മുനിസിപ്പാലിറ്റി ഉണ്ട്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഇത്. ഏകദേശം 500 ആളുകളിൽ താഴെ മാത്രം ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് സോമറോയ്. വെളുത്ത പഞ്ചാരമണല് വിരിയിച്ച അതിമനോഹരമായ ഒരു കടൽ തീരമാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ ആഴക്കടലിന്റെ ഒരു നീലിമ പ്രകാശിച്ചു കിടക്കുന്ന സൗന്ദര്യമായ സ്ഥലം. അതുകൂടാതെ മലകളിലെ ഒരു പച്ചപ്പും ഇവിടെ ഉണ്ട്. എല്ലാം കൂടി ഒത്തുചേർന്ന അതിസുന്ദരമായ ഒരു ഗ്രാമം. അപ്പൊ ഈ കടൽ തീരങ്ങളും ഈ പച്ചപ്പ് നിറഞ്ഞ ഈ മലമ്പ്രദേശങ്ങളും എല്ലാം ഈ ഗ്രാമത്തെ ഭൂമിയിലെ ഒരു പറുദീസയാക്കി മാറ്റുന്നുണ്ട്. പുറമെ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ മത്സ്യബന്ധന ഗ്രാമം മാത്രമായി തോന്നാമെങ്കിലും പ്രകൃതിയുടെ അതിവിചിത്രമായ ചില പ്രതിഭാസങ്ങൾ ഈ ഗ്രാമത്തെ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ഒരു ആകർഷണ കേന്ദ്രമാക്കി മാറ്റുന്നുണ്ട്. ഇനി സോമറോയ് ആ ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തെ നമുക്ക് 2 ഭാഗമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും 2 ഭാഗമായി മാറ്റും. ഒന്ന് പകലിലെ ജീവിതവും ഒന്ന് രാത്രിയിലെ ജീവിതവും. അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതവും. അതായത് തീവ്രമായ വെളിച്ചത്തിന്റെ മാസങ്ങൾ, നീണ്ട ഇരുട്ടിന്റെ മാസങ്ങൾ, അങ്ങനെ 2ആയി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഏകദേശം മെയ് 18 മുതൽ ജൂലൈ 26 വരെ ഏകദേശം 69 ദിവസത്തോളമാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല. നെറ്റി തുളിക്കേണ്ട, സത്യമാണ് പറയുന്നത്. അതായത് പാതിരാ സൂര്യൻ, അതായത് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്ന ഈ പ്രതിഭാസം ഈ ഗ്രാമത്തിലെ സമയത്തെ കുറിച്ചുള്ള എല്ലാ സങ്കല്പങ്ങളെയും മാറ്റിമറിക്കുന്നുണ്ട്. അപ്പൊ രാത്രിയുടെ നിശബ്ദതയിൽ പോലും ആകാശത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള ആ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ അർദ്ധരാത്രിയിൽ സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് താഴ്ന്നു വന്ന് വീണ്ടും ഉയരുന്ന കാഴ്ച ഇവിടെ ഒരു സാധാരണമാണ്. അപ്പൊ സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നില്ല, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ക്ലോക്കിന് യാതൊരു പ്രസക്തിയും ഇല്ലാതാകുന്നു. ആളുകൾ ജോലി ചെയ്യാനോ മീൻ പിടിക്കാനോ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനോ പ്രത്യേകമായ സമയമില്ല. കാരണം 6 മണിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നില്ല, എപ്പോഴും പകലാണ്.
പാതിരാത്രിയിൽ മീൻ പിടിക്കാൻ പോകുക, അർദ്ധരാത്രി ഹൈക്കിങ്ങിന് പോകുക, ബന്ധുക്കളുടെ വീട്ടിൽ പോവുക, പുലർച്ചെ 2 മണിക്ക് പാട്ടുപാടി ഇരിക്കുക. ഇതൊക്കെയാണ് ഇവിടെ സാധാരണമായി ഈ സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ പ്രതിഭാസം അവരുടെ ജീവിതശൈലിക്ക് പുതിയൊരു നിർവചനം നൽകി. എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരു ദുഃഖത്തിന് ഒരു സങ്കടം, ഒരു ദുഃഖത്തിന് ഒരു സന്തോഷമുണ്ട്, ഒരു കഷ്ടകാലത്തിന് ഒരു നല്ല കാലമുണ്ട്, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ 69 ദിവസത്തെ വെളിച്ചത്തിന് നേർവിപരീതമായിട്ടാണ് നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ ഇവിടെ നീണ്ടു നിൽക്കുന്ന ധ്രുവരാത്രികൾ, അതായത് പോളാർ നൈറ്റ് അനുഭവപ്പെടുന്നത്. ഈ സമയത്ത് സൂര്യൻ പൂർണ്ണമായും ഉദിക്കുന്നില്ല. നീണ്ട മാസങ്ങളിലെ ഇരുട്ട് സോമറോയ് ജനങ്ങളുടെ ജീവിതത്തെ മറ്റൊരു രീതിയിലാണ് സ്വാധീനിക്കുന്നത്. ഈ ഇരുട്ടിന്റെ മാസങ്ങളിൽ എന്താണ് അവർ ചെയ്യുന്നത്? ആളുകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടും, കുടുംബത്തോടെ കൂടുതൽ സമയം ചെലവഴിക്കുകയും ചെയ്തു. അപ്പൊ വീടുകളിൽ എന്തായാലും ഇരുട്ടാണ്. മനോഹരമായ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ഒരു ഉത്സവത്തിന്റെ അന്തരീക്ഷം അവരപ്പോൾ അവിടെ സൃഷ്ടിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുണ്ട്, അതായത് സമയം ഇല്ലാത്ത മേഖല. അതായത് ലോകത്തെ ഞെട്ടിച്ച ഒരു പ്രചാരണം മുമ്പ് നടന്നല്ലോ, അതായത് 2019. അപ്പൊ 2019 സോമറോയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു തീരുമാനം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു. അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതായത് വേനൽക്കാലത്ത് ഈ ദ്വീപിനെ ലോകത്തിലെ ആദ്യത്തെ സമയം ഇല്ലാത്ത മേഖലയായി, അതായത് ടൈം ഫ്രീ സോൺ ആയി പ്രഖ്യാപിക്കണമെന്നായിരുന്നു അവരുടെ ഒരു ആവശ്യം. ഈ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഒരു സർവേ നടത്തിയെന്നും ദ്വീപിലെ ഭൂരിഭാഗം ആളുകളും ഈ ആശയത്തെ പിന്തുണച്ചു എന്നുമാണ് അവകാശപ്പെടുന്നത്. അവർ പറയുന്നത് ക്ലോക്കിനനുസരിച്ച് ജീവിക്കുന്നതിന് പകരം സൂര്യന്റെ വെളിച്ചം ഉപയോഗിച്ച് ഒരു പുതിയ ജീവിത രീതി ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ജനങ്ങൾ ഒരു കൂട്ടം നിവേദനം സമർപ്പിക്കുകയും തങ്ങളുടെ വാദങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി അവരെന്താണ് ചെയ്തത്? അവരുടെ ക്ലോക്കുകൾ, വാച്ചുകൾ, മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയെല്ലാം ഒരുമിച്ച് ഒരു പാലത്തിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ നടപടി വന്നപ്പോൾ ലോകമാധ്യമങ്ങൾ അല്ലെങ്കിൽ ലോക ജനങ്ങൾ അത് ശ്രദ്ധിച്ചു തുടങ്ങി. BBC, CNN തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. പിന്നീട് ഇന്നവേഷൻ നോർവേ എന്ന ടൂറിസം സ്ഥാപനം നടത്തിയ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു ഈ വാർത്ത എന്ന് ചിലര് ആരോപിച്ചിരുന്നെങ്കിലും ഇത് സോമറോയിലെ ലോക ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സമയം എന്നതിനെ കുറിച്ച് ആളുകൾക്കിടയിൽ വലിയ സംവാദങ്ങൾക്ക് ഈ സംഭവം ഒരു തുടക്കമിട്ടു. സമയം ഒരു യാഥാർത്ഥ്യമാണോ അതോ ഒരു സാമൂഹ്യ നിർമ്മിതിയാണോ എന്ന ചോദ്യം ലോകം മുഴുവന് അതിനുശേഷം ഉന്നയിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഗ്രാമത്തിലെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോമറോയ് എന്ന ഗ്രാമം പ്രധാനമായും ഷോർ സോമറോയ എന്ന ദ്വീപിലും തൊട്ടടുത്തുള്ള ഹിലെസോയ എന്ന ദ്വീപിന്റെ ഭാഗങ്ങളുമായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന ഏകദേശം 500 അധികം ആളുകളാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായും അവരുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനത്തെയാണ് അവർ ആശ്രയിക്കുന്നത്. അതുകൂടാതെ ഇപ്പോഴും വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാരവും അവർക്ക് പ്രധാനമായ ഒരു വരുമാന മാർഗമാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു ചാകരക്കാലം എന്ന് പറയുന്നത് ഈ 4 മാസം നീണ്ടു നിൽക്കുന്ന വെളിച്ചത്തിന്റെ കാലത്താണ്. അവരുടെ ജീവിതം വളരെ സജീവമായിരിക്കും. അപ്പൊ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ മത്സ്യബന്ധന ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സ്യബന്ധനത്തിന് വേണ്ടി ഓടിപ്പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മീൻപിടുത്തക്കാർക്ക് അവരുടെ ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു. അതുപോലെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നത്. അപ്പൊ 4 മാസത്തോളം ഈ വെളിച്ചത്തിന്റെ കാലത്താണ് ഇവരുടെ ജീവിതം വളരെ സജീവമാകുന്നത്. കാരണം എന്താണ്? അവിടെ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ മത്സ്യബന്ധന ബോട്ടുകൾ കടലിലേക്ക് പാഞ്ഞു പോകുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പൊ മീൻപിടുത്തക്കാർക്ക് അവരുടെ ജോലി പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു. അതുപോലെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളും ഇവിടെ എത്തുന്നു. പക്ഷെ അതിന്റെ മറ്റൊരു മറുവശമുണ്ട്. അതെന്താണത്? നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ ജീവിതം പൂർണ്ണമായും നിശ്ചലമാകും. ഈ സമയത്ത് പുറത്ത് വളരെ തണുപ്പും ഇരുട്ട് നിറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നു. അവർ പരസ്പരം ബന്ധുവീടുകളിൽ സന്ദർശിക്കുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യുന്നു. ഒത്തുകൂടുന്നു കുറച്ച് വീട്ടുകാർ ചൂടില്ല. അപ്പൊ കൂടാതെ ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നു. ഈ സമയത്ത് അവരുടെ കുടുംബ ബന്ധങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങളും ആ സമയത്ത് ഊട്ടി ഉറപ്പിക്കപ്പെടുന്നു. അപ്പൊ സഞ്ചാരികൾക്കായി സോമറോയ് സന്ദർശിക്കുന്ന ഏതൊരാൾക്കും
അവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. അതായത് അദ്വിതീയമായ മനോഹരമായ കടൽ തീരങ്ങൾ, ആർട്ടിക് കാലാവസ്ഥയിൽ പോലും സോമറോയിലെ കടൽ തീരങ്ങൾ കരീബിയൻ ദ്വീപുകളിലേതിന് സമാനമായ ഒരു വെള്ള പഞ്ചാരമണലാണ് അവിടെ. അപ്പൊ ഇത്രയുമാണ് സോമറോയ് എന്ന ആ കൊച്ചു ഗ്രാമത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സമയം എത്രമാത്രം പ്രാധാന്യം അറിയിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സോമറോയ് എന്ന കൊച്ചു ഗ്രാമം നമ്മളെ സഹായിക്കുന്നുണ്ട്. സമയത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഒരു മാസത്തെങ്കിലും രക്ഷപ്പെട്ട് പ്രകൃതിയുടെ താളത്തിനൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും സോമറോയ് ഒരു മികച്ച യാത്ര ലക്ഷ്യ അനുഭവമാണ്. അപ്പൊ ക്ലോക്കുകൾ മാറ്റിവെച്ച് സൂര്യന്റെ വെളിച്ചം മാത്രം നോക്കി ജീവിക്കുന്ന ജനത, അപ്പൊ അവരുടെ ഒരു ജീവിതം എന്താണെന്നുള്ളത് ഈ ദ്വീപ് നിവാസികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ നല്ല ഒരു ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു.